ഒന്നുകൂടി ഞാൻ പറയാം, ഈമാനുള്ള വിശ്വാസികളെ കുറെ കാലമായി ഒരു നിയമത്തിന് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇതുവരെ കിട്ടിയിട്ടില്ല. മരണം വരെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെ ദുആ ചെയ്യണം. ആ റബ്ബ് കൈയൊഴിക്കില്ല. ഉറച്ച വിശ്വാസം വേണം. അള്ളാഹു എന്നെ കൈയൊഴിക്കില്ലെന്ന ഉറച്ച വിശ്വാസം. മെനഞ്ഞാന്ന് കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് വഅലിന് പോകാൻ വേണ്ടി പോകുന്ന വഴിയിൽ സുന്നത്തി ജമാഅത്തിന്റെ ഒരു സ്ഥാപനത്തിൽ ഞാൻ കയറി. അവിടെ കയറിയപ്പോൾ അവിടുന്ന് ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, അയാൾ ഒരു ദിവസം ഒരു അങ്ങാടിയിൽ രാത്രി സമയത്ത് വഅലും കഴിഞ്ഞ് വരുന്ന സമയത്ത് അങ്ങാടിയിൽ നോക്കുമ്പോ ഒരാള് അയാൾക്ക് നേരെ നടക്കാൻ കഴിയുന്നില്ല. രാത്രി പുലർച്ചെ സമയത്ത് നേരെ നടക്കാൻ കഴിയുന്നില്ല. എന്താ കാരണം? അത് വയറ്റിൽ എന്തോ ഒരു സാധനം കടന്നു എന്നതാണ്. അതുകൊണ്ട് കാലിന്റെ ആരോഗ്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഉണ്ടല്ലോ ചില ആളുകൾ, ആരോഗ്യത്തെക്കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ആളുകൾ, നിയമത്തിനെ കുറിച്ച് യാതൊരു ബോധമില്ലാത്ത ആളുകൾ എഴുന്നേറ്റ് നടക്കേണ്ട സമയത്ത് അള്ളാഹു നൽകിയ ആരോഗ്യം നഷ്ടപ്പെടുത്താൻ വേണ്ടി പൈസ ചെലവഴിച്ചിട്ട് വയറ്റിലേക്ക് പലതും കയറ്റുക. അങ്ങനെയുള്ള ആളുകളൊന്നും ഈ ഭാഗത്തില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. കള്ള് കുടിച്ചതിന്റെ കാരണത്താൽ ഈ മനുഷ്യന് നേരെ നടക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഈ മൊയ്ലിയാർ പതുക്കെ പോയിട്ട് അയാളടുത്ത് ചെന്നിട്ട് ചോദിച്ചു പോലും, നിങ്ങൾക്ക് നന്നാകണ്ടേ എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചത്? നിങ്ങൾക്ക് നന്നാകണ്ടേ എന്നാ ചോദിച്ചത്. അപ്പൊ ഇയാൾ ഒറ്റ കരച്ചിലാണ്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, നന്നാകണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി ഞാൻ എങ്ങനെ നന്നാകാനാ? നന്നാകാൻ വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ ഇനി ഞാൻ എങ്ങനെ നന്നാകാനാണ്? മഹാനായ ഖലീൽ തങ്ങൾ, അല്ലാഹ് അവിടത്തേക്ക് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ. മഅദിനിന്റെ സമ്മേളനത്തിന്റെ തൊട്ട് തലേ ദിവസം ഈ പാവപ്പെട്ട മുതഅല്ലിമും മഹാനായ ഖലീൽ തങ്ങളെ സ്ഥാപനത്തിൽ ഒന്ന് കാണാൻ വേണ്ടി പോയി. തങ്ങളവറുകളോട് അതേ ഖിദ്മത്തിൽ എന്തെങ്കിലും ഒന്ന് സമ്മതിക്കുകയാണെങ്കിൽ കൂടിക്കൊടുക്കാമെന്ന നിലക്ക് പൊരുത്തം വാങ്ങാൻ വേണ്ടി പോയതാണ്. റൂമിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി നിൽക്കുമ്പോ റൂമിലതാ വലിയ ക്യൂ. ആ ക്യൂവിന്റെ പിന്നിൽ ഞാനും അവിടെ അങ്ങ് പോയി തന്നു. മഹാനായ ഖലീൽ തങ്ങൾ വിളിച്ചു, അസ്ഹരി ഇങ്ങോട്ട് വാ, ആരാണ് ഈ നിൽക്കുന്നത് എന്നറിയോ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ആരാണ് എന്ന് എനിക്കറിയില്ല. അപ്പൊ മഹാനായ തങ്ങളവറുകൾ എന്നോട് പറയാണ്, ഒക്കെ കുടിയന്മാരാണ്, കള്ള് കുടിച്ചിട്ട് ജീവിക്കുന്നവരാണ്. കൂട്ടത്തിൽ ഒരാളെ തങ്ങളിങ്ങ് വിളിച്ചു. തങ്ങൾ വിളിച്ചിട്ട് ചോദിച്ചു, എത്ര കള്ള് കുടിച്ചിട്ടുണ്ടാകും? അപ്പൊ ഇയാളെ മറുപടി, ഒരു 3-4 കിണർ ഞാൻ കുടിച്ച കള്ള് നിറച്ചാലും കിണറ് മതിയാവൂല, അത്രയും കള്ള് ഞാൻ എന്റെ ജീവിതത്തിൽ കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി ഞാൻ നന്നാകില്ലെന്ന നിലക്ക് ഞാൻ ഉറച്ചങ്ങ് ജീവിതം അതേ തൊലച്ചങ്ങ് ജീവിച്ചതായിരുന്നു. അപ്പോഴാണ് എന്നോടൊരാള് പറഞ്ഞത്, മഅദിനിൽ ഇങ്ങനൊരു സമ്പ്രദായമുണ്ട്, കള്ള് കുടിച്ചിട്ട് പെട്ടുപോയ ആളുകൾക്ക് നന്നാകാൻ ഒരു വഴിയുണ്ട്, ഒരു മോട്ടിവേഷൻ ഉണ്ട്. അതിനു വേണ്ടി വന്നപ്പോൾ അൽഹംദുലില്ലാഹ് മാസങ്ങളായി ഞങ്ങൾ കള്ളു കുടിച്ചിട്ടില്ല. അത്തരം ദുശ്ചെയ്തികളിൽ പെട്ടുപോയ ആരെങ്കിലും എന്റെ വഅദ് കേൾക്കുന്നുണ്ടോ? കള്ളുകുടിയിൽ പെട്ടുപോയ ജനങ്ങളുണ്ടോ? ഞാൻ അവരോട് പറയുന്ന, നന്നാകില്ലെന്ന് തീരുമാനിക്കുന്നതിന് പകരം എന്റെ റബ്ബ് എന്നെ കൈയൊഴിക്കില്ല. ഇതുവരെ സംഭവിച്ചത് എന്റെ റബ്ബ് എനിക്ക് പുറത്തു തരും. ഏത് സമയത്തും മരിക്കാനുള്ള ശരീരമാണ് എന്റെ ശരീരം. ഞാൻ മരിക്കുന്നതെങ്ങാനും കള്ളു കുടിച്ചിട്ടാണെങ്കിൽ എന്റെ ഖബറിൽ കിടക്കുന്ന രംഗത്തിന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. അല്ലാ, നീ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ.